എന്താണ് വല്ല പ്രശ്നമുണ്ടോ? ഉല്ലാസ് പന്തളം എവിടെയുണ്ട്? ഉല്ലാസ് പന്തളം എവിടെയുണ്ട്? വരൂ വരൂ വരൂ. ഉല്ലാസ് പന്തളത്തിന്റെ നാട്ടിൽ വന്നിട്ട് ഉല്ലാസ് പന്തളം ഇല്ലാതെ നമ്മൾ സ്റ്റേജിൽ കയറിയാൽ ശരിയാവില്ല. പുള്ളി വരെ മ്യൂസിക് ഇടാൻ പറയാൻ വേണ്ടി പോയതാ. വരൂ വരൂ. ഇത് എവിടെ ചെന്നാലും പെണ്ണുങ്ങൾ കൂടുമ്പോ എങ്ങനെ പരിദോഷം പറയുന്നത്. സ്റ്റാർ മ്യൂസിക്കൽ നടക്കിക്കാനായിട്ട് നമസ്കാരം എല്ലാവർക്കും. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഉല്ലാസ് പന്തളത്തിന്റെ മുന്തിരിപ്പന്തൽ. ഞങ്ങളിതിപ്പോ ഫുഡ് കഴിച്ച് ഇറങ്ങിയുള്ളൂ. അടിപൊളിയാണ്. ഞാൻ കഴിച്ചല്ലോ, കഴിച്ചു. നല്ല പൊറോട്ടയും ബീഫും താറാവ് റോസ്റ്റ് എല്ലാം കൂടെ ചേർത്തി നല്ലൊരു ഡിഷായിരുന്നു ഉല്ലാസ് പന്തളത്തിന്റെ മുന്തിരിപ്പന്തലിൽ നിന്ന് കഴിക്കാൻ പറ്റിയത്. എന്താണ് വല്ല പ്രശ്നമുണ്ടോ? ചേട്ടാ ചേട്ടാ എന്താ വെച്ചാ പറഞ്ഞോ, നമുക്ക് ശരിയാക്കാം. ചേട്ടാ കുറച്ച് സ്ഥലം എല്ലാവരും കൊടുത്ത് എല്ലാവർക്കും കാണാം. അവര് പറയുന്നതിനായില്ലേ. അപ്പോ പന്തളത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഈ പ്രാവശ്യം വന്നത് നമ്മളുടെ സ്റ്റാർ മാജിക്കിന്റെയും പുതിയ സി കേരളത്തിലെ സൂപ്പർ ഷോയിലും എല്ലാം ഒരു ലീഡിങ് കലാകാരൻ ഉല്ലാസ് പന്തളം. ഞങ്ങള് ഒരു 15 കൊല്ലത്തെ ബന്ധമുണ്ട്. കോമഡി സൂപ്പർ നൈറ്റ് ഫ്ലവേഴ്സിൽ തുടങ്ങുമ്പോൾ അതിലെ ആദ്യ എപ്പിസോഡുകൾ മുതൽ ഉല്ലാസിൻ്റെ കൂടെ ഉണ്ട്. അന്ന് മുതൽ ഈ ഒരു സൗഹൃദവും ഞങ്ങളുടെ ഒരു കൂട്ടായ്മയും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. കൂട്ടായ്മ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഉല്ലാസ് ചേട്ടന്റെ ഈ മുന്തിരിപ്പന്തലിന് എല്ലാവിധ ആശംസകളും. കോമഡി പോലെ തന്നെ ഫുഡും നല്ല ഡിലീഷ്യസ് ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റാർ മാജിക്കിലെ ഒരുപാട് കലാകാരന്മാർ ഇന്നിവിടെ വന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ബിനീഷ് ബാസിന്റെ പാട്ടായിരിക്കും. അപ്പൊ എല്ലാവരും അത് കഴിഞ്ഞിട്ടേ പോകാൻ പാടൂ. എന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കണ്ണിലെ ഗ്ലാസിന് ഗ്ലാസ് ഇല്ല. കോമഡിയാണ് അവിടെ ചിരിച്ചു കൊടുത്തത്. ആ ഇവക്കടെ വരുന്നോ? എന്നാ കുഴപ്പമില്ല, അത് കറക്റ്റ്. കാണാൻ വേണ്ടി നിൽക്കണ്ടേ? കാണാൻ വേണ്ടിയുള്ള ആൾക്കാർ ഇവിടെ നിൽക്കണ്ടേ? നിങ്ങൾ ലൈവ് ചെയ്യുന്ന പരിപാടിയില് ലൈവ് അല്ലെങ്കിൽ ബാക്കിയുള്ള പരിപാടി കാണാൻ വേണ്ടിയുള്ള ആൾക്കാർ ഇവിടെ നിൽക്കുന്നത്. എല്ലാവരും സംസാരിച്ചിട്ടേ പോകും. എല്ലാവരും കാണാൻ പറ്റും. അപ്പൊ ഇവിടെ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എല്ലാവരും ഈ ഹോട്ടൽ വിജയിപ്പിക്കണം. മീഡിയ കൂടെ മാത്രമല്ല നമുക്ക് ഇവിടെ ലൈവായിട്ട് കാണാൻ വേണ്ടിയുള്ള അവസരമാണ് നിങ്ങൾ തന്നാക്കുന്നത്. അവസരം തന്നപ്പോഴത്തേക്കും മീഡിയ ജസ്റ്റ് മാറി നിൽക്കുക. ബാക്കിയുള്ള ആൾക്കാർക്ക് കാണാൻ വേണ്ടി അവസരം കൊടുക്കുക. ചേട്ടാ എല്ലാവരും വന്നതല്ലേ, എല്ലാവരും ഒന്ന് സഹായിച്ചു കൊടുക്കും. ചേട്ടൻ ഒന്ന് ശ്രദ്ധിക്കപ്പെടട്ടെ. അതിലാവട്ടെ. അല്ല ഞാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്കിത് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇനിയും ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. ഉല്ലാസിന് എല്ലാവിധ ആശംസകളും. ഞങ്ങള് എല്ലാവരും വന്ന് ഉല്ലാസിനെ സപ്പോർട്ട് ചെയ്തു. ഇതൊരു വൻ വിജയം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരമുണ്ട്. വളരെ സന്തോഷം പന്തളത്ത് വീണ്ടും വരാൻ പറ്റിയതിൽ. ആദ്യമൊക്കെ പന്തളം എന്ന് ഉല്ലാസ് പന്തളത്തിന്റെ പേര് കേൾക്കാൻ പറയുന്നത് ഞാൻ വീട്ടും പേരാന്ന് ഓർത്ത്. പിന്നീടാണ് ഞാൻ കലാരംഗത്ത് വന്നപ്പോഴാണ് പന്തളം എന്നൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞത്. ഹലോ, ശരിക്കും പറഞ്ഞതാ, സത്യം കിട്ടും.
അപ്പോൾ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് ഫുഡിൻ്റെ വീഡിയോ ആണ്. അത് ചേച്ചി ചിരിക്കണത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ കൊച്ചിക്കാരുടെ ഫുഡാണ്. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന നല്ല ഫുഡുകൾ കഴിച്ച് ശീലിച്ച ആളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ ഒരു ഷാപ്പുണ്ട്, കണ്ടിട്ടുണ്ടാ? അവിടെ കള്ളു കുടിക്കാനല്ല ആൾക്കാർ പോണത്, ഫുഡ് കഴിക്കാനാണ്. മുല്ലപ്പന്തൽ ഭയങ്കര ഫേമസാണ്. വേൾഡിൽ നിന്ന് തന്നെ എല്ലാവരും വന്ന് ആഹാരം കഴിക്കുന്ന സ്ഥലമാണ്. കാരണം നല്ല ഫുഡ് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ അതെനിക്കറിയാം, അത് പറഞ്ഞു വന്നതാ. കേരളത്തിൽ നിന്ന് മാത്രമല്ല, വേൾഡിൽ നിന്ന് എല്ലായിടത്തും മുല്ലപ്പന്തലിൽ വരും. അതുകൊണ്ട് അതുപോലത്തെ ഒരു നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥാപനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അല്ലേ? വേൾഡിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് മാത്രമല്ല, എല്ലായിടത്തുനിന്നും. വേൾഡ് കഴിഞ്ഞ പിന്നെ കേരളമില്ലല്ലേ? അപ്പൊ എല്ലായിടത്തുനിന്നും നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി പന്തളം വരെ വന്ന് കഴിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നോട് ചോദിച്ചിട്ടാണ് ഈ ഹോട്ടൽ തുടങ്ങിയത് പുള്ളി. ശരിയാണ്. കാരണം ഫുഡ് എപ്പോഴും നന്നായിട്ട് രുചിക്കുന്ന ആളായതുകൊണ്ടാണ് എന്നോട് ചോദിച്ചിട്ട് പറയാം, ലോസേട്ടോ തുടങ്ങിക്കോ, ഞാനൊക്കെ പുറകെയുണ്ട് കഴിക്കാനായിട്ട്. അപ്പൊ ഞാൻ കഴിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ ഇടയ്ക്ക് ഞാൻ ചെറിയ ബ്ലോഗ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്.